സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം 2 വർഷം തികയുകയാണ്. 2022 ഒക്ടോബർ മാസം 1-ാം തീയതി രാത്രിയാണ് അപ്പോളോ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം വേർപിരിയുന്നത്. 3-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കണ്ണൂരിൽ പയ്യാമ്പലത്ത് വെച്ച് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിൽ അദ്ദേഹം വളരെ അവശനായിരുന്നു. ആരോഗ്യസ്ഥിതി വളരെ മോശമായി. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ജനങ്ങളുണ്ടായി. കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ജനങ്ങളത് ആഗ്രഹിച്ചതാണ്. പക്ഷേ 24 മണിക്കൂറിന് ശേഷം ഡെഡ് ബോഡി സംസ്കരിക്കുക എന്നുള്ളത് വൈദ്യ ഉപദേശപ്രകാരം സാധ്യമായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് 1-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് കോടിയേരിയെ 2-ാം തീയതി തലശ്ശേരി ടൗൺ ഹാളിലും 3-ാം തീയതി കണ്ണൂർ DC ഓഫീസിലും പൊതു ദർശനത്തിന് വെച്ച് അന്ന് വൈകുന്നേരം പയ്യാമ്പലത്ത് സംസ്കരിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ പരിമിതി ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ തെറ്റായ ചില പ്രചരണങ്ങൾ ആ ഘട്ടത്തിൽ ശത്രുക്കൾ നടത്തി. ഇപ്പത് ഏറ്റുപിടിക്കാൻ മറ്റൊരാൾ കൂടി രംഗത്ത് വന്ന ഒരു ഘട്ടത്തിലാണ് സഖാവ് കോടിയേരിയുടെ 2-ാം വേർപിരിയൽ കേരളത്തിലെ ജനത ആചരിക്കുന്നു. മരണം വരെ അദ്ദേഹം ശക്തമായ നിലപാട് ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കുമെതിരായി സ്വീകരിച്ചതാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനമാണ്. വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്കുമെതിരായി അദ്ദേഹം സ്വീകരിച്ചത്. പാർട്ടിയെ സംരക്ഷിക്കുന്നതിനും ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആശയരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് തെറ്റായ പ്രവണതകൾ രൂപപ്പെട്ട സമയത്ത് അതിശക്തമായിട്ടുള്ള നിലപാടാണ് സഖാവ് സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഓണിയൻ ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായി. 1968 KSFന്റെ സംസ്ഥാന പ്രസിഡന്റായി സഖാവ് പിണറായി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കുന്ന സമയത്താണ് പിണറായിയിൽ വെച്ച് KSFന്റെ ഒരു ക്യാമ്പ് നടക്കുന്നത്. ആ ക്യാമ്പിൽ വെച്ചാണ് 14 വയസ്സുള്ള കോടിയേരിയെ ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അവസാന നാളുവരെ ഒന്നായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. മരിക്കുന്നതിന്റെ ഒരു മാസം മുമ്പേ ആഗസ്റ്റ് മാസം 12-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ പത്രസമ്മേളനം. അതിൽ ഞാൻ കൂടി പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്ന് രോഗം അതിന്റെ മൂർധന്യ ഘട്ടത്തിലെത്തിയൊരു ഘട്ടമായി. ആഗസ്റ്റ് മാസം 10, 11, 12 തീയതികളിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പ്രധാനമായും 3 രേഖകൾ അംഗീകരിച്ചിരുന്നു. 2022 അതിലൊന്ന്
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖയായി. മറ്റൊന്ന് LDF ഗവൺമെന്റിന്റെ 1ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തലായിരുന്നു. 3 സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച രേഖയായിരുന്നു. ഇതിന്റെ ഉള്ളടക്കം പൊതുസമൂഹത്തോട് പറയാൻ അവശനായിട്ട് പോലും ഞാൻ തന്നെ പത്രസമ്മേളനം നടത്താം എന്ന് അദ്ദേഹം പിണറായി വിജയനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പത്രസമ്മേളനം നടക്കുന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ കഴിയുമായിരുന്നില്ല. അത് പത്രക്കാർ കാണാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പത്രസമ്മേളനത്തിന് ശേഷം പത്രക്കാരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പോകാം. വീൽ ചെയറിലാണ് അദ്ദേഹം പിന്നീട് ഇവിടെ നിന്ന് അവസാനമായി ഈ ഓഫീസിനോട് ഇവിടെ പറയുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്രപ്രസ്താവന ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അത് 1968-ലാണ്. അന്ന് ഞാൻ KSFന്റെ തലശ്ശേരി താലൂക്ക് സെക്രട്ടറിയും ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിയുമായി. ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിക്കുക, ഇതായിരുന്നു ദേശാഭിമാനിയിലെ ആദ്യത്തെ വാർത്ത. അപ്പൊ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പത്ര പ്രസ്താവന മുതൽ അവസാനത്തെ പത്രസമ്മേളനം വരെ സാക്ഷിയാകാനുള്ള ഒരു അവസരം ലഭിച്ച ഒരു പ്രവർത്തകനാണ് ഞാൻ. വ്യക്തിപരമായ നിരവധി പ്രശ്നങ്ങളുള്ള സമയത്ത് എന്നെ വിളിച്ചു. പലരോടും അദ്ദേഹത്തിന്റെ സ്വകാര്യമായ ദുഃഖങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കാറില്ല, പറയാറുമില്ല. അങ്ങനെയുള്ള ഒരു ബലഹീനതയും അദ്ദേഹം ആരോടും പറയാറില്ല. പക്ഷെ ഒന്നായിരുന്ന് സംസാരിക്കാൻ, പ്രത്യേകിച്ച് ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അത്രയും ശക്തമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബത്തെ പോലെയായിരുന്നു എനിക്ക് ബാലകൃഷ്ണനും ബാലകൃഷ്ണന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം. ബാലകൃഷ്ണന്റെ അമ്മ എന്റെ അമ്മയെ പോലെയായിരുന്നു. എത്രയോ ദിവസം ബ്രണ്ണൻ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥി ആചരിച്ചിട്ട് പോലും ഹോസ്റ്റലിൽ എന്റെ കൂടെ ഭക്ഷണം കഴിച്ച് അവിടെ കടന്നുറങ്ങിയ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി എത്രയോ ദിവസങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരേ പായിൽ തന്നെ കിടന്നുറങ്ങിയ അനുഭവങ്ങൾ. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതിന്റെ മൂർധന്യ രൂപമായിരുന്നു സഖാവ് കോടിയേരി എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം. സഖാക്കൾക്ക് ആവേശമായിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയ അവസരത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ ദിവസം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ശർക്കര സ്കൂളിൽ ഒരു പ്രതിഷേധ പൊതുയോഗം ഞാൻ സംഘടിപ്പിച്ചു. അതിൽ ബാലകൃഷ്ണൻ വന്ന് സംസാരിച്ചു. അന്ന് രാത്രിയാണ് ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ SI ചന്ദ്രൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഉണ്ടോ എന്ന് ചന്ദ്രൻ പരിശോധിച്ചത് ആ വീട്ടിന്റെ അട്ടത്ത് കയറിയിട്ടാണ്. ഈ രൂപത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ പറയുമ്പോൾ കുറെ കഥകൾ പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സഖാവ് ബാലകൃഷ്ണനെ അടക്കം ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടി അദ്ദേഹത്തോട് നീതി ചെയ്തില്ല എന്ന കള്ളപ്രചരണം, കല്ലുവെച്ച നുണപ്രചരണം, ഏത് വൃത്തികെട്ട മാർഗങ്ങളും സ്വീകരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അവിടെ നിന്നില്ല. ഇന്നലെ മിസ്റ്റർ അൻവർ ഹിന്ദു പത്രം ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിന്റെ സമരാജ്യനായ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ വക്രീകരിച്ചത്. ഹിന്ദു എന്ന് അദ്ദേഹം നിരവധി പ്രാവശ്യം പറഞ്ഞു. അപ്പം മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഹിന്ദുവായി എന്തെങ്കിലും ഒരു ബന്ധമുള്ള പത്രമല്ലത്. ഹിന്ദുക്കളുമായി, ഹിന്ദുത്വമായി ശക്തമായ വിയോജിപ്പുള്ളൊരു പത്രമാണ്. ആ പത്രത്തിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിനെ വക്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിശ്വാസ്യതയെ ദുരുപയോഗിച്ച് ഒരു ജില്ലയിൽ ഒരു പ്രത്യേക വിഭാഗമാണ് ഭൂരിപക്ഷമുള്ളത് എന്നുള്ളത് കൊണ്ട് ആ ജില്ലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള
വൃത്തികെട്ട പ്രചരണം. അത് ഈ കേരളത്തിലെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഡൽഹിയിൽ പത്രക്കാരെയും ദൃശ്യമാധ്യമക്കാരെയും കണ്ട സമയത്ത് പറഞ്ഞത്, ഇത് തീക്കൊണ്ട് തലചൊറിയലാണ്. ആരെങ്കിലും ഇതുമായി സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ പ്രശ്നങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചതും. 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തലത്തിലുള്ള അന്വേഷണം, ഒന്ന് വിജിലൻസ് DGP, മറ്റൊന്ന് DGP അന്വേഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു SP-യെ സസ്പെൻഡ് ചെയ്തു. പ്രൈമാ ഫേസി അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ഇനി ഒരാഴ്ചക്കുള്ളിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി വരാൻ പോവുകയാണ്. അത് ADGP-ക്കെതിരായിട്ടുള്ളതാണ്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. ഒരാഴ്ച പോലും അദ്ദേഹത്തിന് കാത്തിരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തിരിച്ചു കുത്തും, ബൂമറങ് ആകും എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരാരോപണങ്ങളിൽ നിന്നും പിന്തിരിയുന്ന പ്രശ്നം ഗവൺമെന്റിനില്ല. ശക്തമായ അന്വേഷണം നടത്തും, അതുമായി സഹകരിക്കണം. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ സഹകരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ മനസ്സിലുള്ളത് എന്നുള്ളത് അറിയില്ല. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്നുള്ളത് അറിയില്ല. കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരലാണോ, അല്ല പറഞ്ഞത് അബദ്ധമായി പോയി എന്നുള്ളത് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ സംഘപരിവാർ RSS ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായി കേരളീയ മനസാക്ഷിയെ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അതിശക്തരായിട്ടുള്ള ഒരു നേതാവാണ് സഖാവ് പിണറായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലക്ക് 2 കോടി രൂപ RSSകാർ പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ്, ഒരു സഖാവിനെയാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മുമ്പിൽ RSS സംഘപരിവാറിന്റെ ചാരനാണ് എന്നൊരു ഉറപ്പുമില്ലാതെ പറഞ്ഞു. തലശ്ശേരി ലഹള ആളിക്കത്തിയ ഘട്ടത്തിൽ ചിക്കൻ ബോക്സ് പിടിച്ച് വീട്ടിൽ കിടന്ന് കുളിക്കാതെയാണ് സഖാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് RSS കേന്ദ്രങ്ങളിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് അദ്ദേഹം ചെറുത്തു നിന്നത്. കേരളീയ മനസാക്ഷിയുടെ മുമ്പിൽ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ 43% വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ലഭിച്ചത്. ഈ അനുകൂല്യത ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമം തിരക്കാക്കണ്ട, പൊളിക്കുക എന്നുള്ളത് കഴിഞ്ഞ 8 വർഷം മുമ്പേ തുടങ്ങിയതാണ്. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് അൻവർ. ഇത്തരം ചെയ്തികൾക്കെതിരായി ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും ചെറുത്തുനിൽപ്പും നടത്തിയ അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകനായ സഖാവ് കോടിയേരിയുടെ 2ാം വേർപിരിയൽ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ നിർബന്ധിക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ചില ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മുന്നറിയിപ്പ് നൽകാൻ സഖാവ് കോടിയേരിയുടെ ഓർമ്മ പുതുക്കുന്ന ദിവസം എന്തുകൊണ്ടും ഉചിതമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ ഞാൻ നിർബന്ധിക്കുന്നത്. അത് നമുക്ക് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ആരെയും EMS ഉണ്ടായിരുന്നുവെങ്കിൽ, AKG ഉണ്ടായിരുന്നെങ്കിൽ, അഴീക്കോടൻ രാഘവൻ ഉണ്ടായിരുന്നുവെങ്കിൽ, CH കണകാരൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ നമുക്ക് പറയാം. സംഭവിച്ചല്ലോ. മറ്റേ നമ്മുടെ ഭാവനയിലുള്ളതാണ്. അത് എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല. താങ്കൾക്ക് പ്രവചിക്കാം, എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഓരോരുത്തർ ഓരോരോ ശൈലിയിലാണ് സ്വീകരിക്കുക. ശരി, ഓക്കെ. അതെ, നിങ്ങൾ ആ ഹിന്ദുവിന്റെ ഒന്നുകൂടി വായിക്കണം.
അതുകൊണ്ടാണ് ഞാനിന്ന് 3 പ്രാവശ്യം വായിച്ചു. 3 പ്രാവശ്യം വായിച്ചു ഞാനിന്ന്. സംഘപരിവാറിന് അനുകൂലമായ മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതിന് ശക്തമായിട്ടുള്ള മറുപടി അദ്ദേഹം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ പിണറായി പറഞ്ഞു, ദേശദ്രോഹ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടും അത് ഏത് ഭാഗത്തു നിന്ന് വന്നാലും, ഭൂരിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നാലും ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് വന്നാലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ആ പറയുന്ന ഘട്ടത്തിലാണ് ഹവാലയും സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ മുക്കുക എന്നാണല്ലോ പിണറായിക്കെതിരായിട്ടുള്ള കേസ്. മുക്കുകയല്ല ചെയ്തത്, 160 കിലോ സ്വർണം പിടിക്കുകയാണ് ചെയ്തത്. 120 കോടി രൂപയുടെ ഹവാല പണം പിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. ഇതെല്ലാം മുക്കിയിരിക്കുന്നു. എല്ലാം കമലയും പിണറായിയും വീണയും കൊണ്ടുപോയി എന്നാണല്ലോ പറഞ്ഞത്. അതല്ല എന്നുള്ളത് സൂചിപ്പിക്കാനാണത് പറഞ്ഞത്. മനസ്സിലായില്ലേ? ശരി, ഓക്കെ. മലപ്പുറം തിരുവനന്തപുരത്ത് നിന്ന് പഠിച്ച തിരുവനന്തപുരക്കാർ അപമാനിക്കാനായിരുന്നോ? മലപ്പുറം കരിപ്പൂർ എന്ന് പറയുന്നത് എടിയാ സഖാവേ? എവിടെയാണ്? മലപ്പുറം ജില്ലയിലല്ലേ? അത് മറച്ചു വെക്കാൻ പറ്റുമോ? നിയമസഭയിൽ ഒരു ചോദ്യം പത്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയണ്ടേ? തിരുവനന്തപുരത്ത് നിന്നാണല്ലോ ആദ്യത്തെ സ്വർണം പിടിച്ചത്. ഏത്? നമ്മളെ സ്വപ്ന സുരേഷ്. തിരുവനന്തപുരക്കാർ അപമാനിക്കലാണോ? തിരുവനന്തപുരത്ത് കൂടുതലുള്ളതാരാ? ഹിന്ദുക്കളല്ലേ? അല്ലേ? ഹിന്ദുക്കളെ അപമാനിക്കലാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് മനസ്സിലട വെച്ചാൽ മതി. വേറെ ആളോട് ചോദിക്കും കേട്ടോ. ഇതെങ്ങനെയാണ് വക്രീകരിക്കുന്നത്? മലപ്പുറം ജില്ലക്കെതിരാണ്. ആരാ പറയുന്നത്? ഈ മലപ്പുറം ജില്ല യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അതിനെതിരായ സമരത്തിന് നിരാഹാരം കടന്നതാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അത് ആദ്യം പഠിക്ക്. അന്ന് എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് സഖാവ് EMS നടത്തിയ അതിശക്തമായ രാഷ്ട്രീയ ഇടപെടലാണ് മലപ്പുറം ജില്ല യാഥാർത്ഥ്യമാക്കിയത്. ഒന്ന് പഠിപ്പിക്കാൻ പറയാം ആദ്യം കേട്ടോ. നിങ്ങളത് പറയുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു അഡ്വാൻസ് ആയി 10 രൂപയെങ്കിലും തരുമെന്നല്ലേ? ഒരു 10 രൂപയെങ്കിലും തരുമെന്നല്ലേ? തന്നില്ലല്ലോ. ഇതിനുശേഷം ദുരിതമുണ്ടായിട്ടുള്ള പല സംസ്ഥാനങ്ങളെയും സഹായിച്ചല്ലോ. ഇനി സഹായിക്കുമായിരിക്കാം. അങ്ങനെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു ഗവൺമെന്റ് ആണ് BJP ഗവൺമെന്റ് എങ്കിൽ ഞങ്ങൾ പരിപൂർണമായും ആ സമീപനത്തെ സ്വാഗതം ചെയ്യും. എതിരായിട്ടുള്ള ഒരു സമീപനമാണ് എടുക്കുന്നതെങ്കിൽ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ അൻവറിന്റെ കൂടെ പോകല്ലേ ചെയ്തത്? ഒരു 10 രൂപ കൊടുത്തിട്ട് പറയാം. നിങ്ങൾ പ്രധാനമന്ത്രിയോടോ BJPയോടോ RSSനോടോ പറയുന്നില്ലല്ലോ. എന്താ പറയാത്തത്? ഞാൻ ചോദിക്കട്ടെ, പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ഈ ദുരന്തത്തെ സംസ്ഥാന UDF കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ നിർണായക ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തെ സഹായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമത ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ.